മുഖ്യമന്ത്രിയായി ചുമതലയേറ്റെടുത്ത വി.ഡി. സതീശന്റെ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനം കണ്ടു. ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരു വ്യക്തിയുടെ തെറ്റുകുറ്റങ്ങളെല്ലാം തുറന്നു കാട്ടുന്നത് പോലെ തന്നെ ചില കാര്യങ്ങൾ ചെയ്താൽ അതും നമ്മൾ ജനങ്ങളോട് പറയണം. കാര്യം, മാധ്യമ പ്രവർത്തനത്തിന് 2 വേർഷനുണ്ട്. ആ നിലയ്ക്ക് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് 250 ദിവസത്തോളം സർക്കാരിനെതിരെ പ്രതിപക്ഷം ആയുധമാക്കിയതാണ് ആശാ വർക്കർമാരെ. അവരെ തെരുവിലേക്ക് സമരത്തിൽ കൊണ്ടുവന്നതിന് ശേഷം കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് ആശാ വർക്കർ എങ്കിൽ പോലും 21,000 രൂപ അവർക്ക് ഓണറേറിയം കൊടുക്കണം പ്രതിദിനം. അതായത് 700 രൂപ അവരുടെ വേതനമാക്കണമെന്നുള്ള ആവശ്യത്തിന് വേണ്ടിയായിരുന്നു സമരം. ആ സമരവുമായി ബന്ധപ്പെട്ട് സതീശൻ അന്ന് പരസ്യമായ വേദിയിൽ പറഞ്ഞത് ആദ്യ ക്യാബിനറ്റിൽ ഇവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ്. അക്കാര്യത്തിൽ സതീശൻ ഭാഗികമായി വാക്കുപാലിച്ചിരിക്കുകയാണ്. പക്ഷേ വാക്കിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റിൽ 21,000 രൂപയാക്കുമെന്ന പ്രഖ്യാപനം നടത്തിയ വ്യക്തി 3,000 രൂപ നിലവിൽ ആദ്യത്തെ ക്യാബിനറ്റിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം പാചക തൊഴിലാളികളുടെ, അംഗനവാടി വർക്കേഴ്സ്, സാധാരണ തൊഴിലാളികളാണ്, ഇവർക്കൊക്കെ നാമമാത്രമായിട്ടുള്ള വർധന. പറഞ്ഞത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് വരുത്താനാണ് ഇത് ചെയ്തത് എങ്കിൽ പോലും അത് ചെയ്തു എന്നുള്ളത് നാട്ടുകാർ അറിയണം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന്, KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ജൂൺ 15 മുതൽ, അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിക്കും. രണ്ടാമത്തെ കാര്യം, ഒരു വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിലുണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കുമ്പോൾ അത് തീരുമാനമെടുത്ത് ഞാൻ തന്നെ ആശാ വർക്കർമാരുടെ പന്തലിൽ പോയി സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പും സമരം അവസാനിപ്പിച്ച ദിവസം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു: ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ സഹായങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങും. എല്ലാം അവരാവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചെയ്യണമെന്ന് നമുക്കുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു പഠനങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. എങ്കിലും ആദ്യഘട്ടത്തിലായി അവർക്ക് 3,000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുകയാണ് ആദ്യത്തെ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിനെ സംബന്ധിച്ചിട്ടുള്ള യോഗം അടുത്ത 1 മാസത്തിനുള്ളിൽ തന്നെ അതുകൂടി തീരുമാനിച്ചു പ്രഖ്യാപിക്കും. കാരണം അതിൻ്റെ കുറച്ച് ഫിനാൻഷ്യൽ ലയബിലിറ്റിയും മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വളരെ പെട്ടെന്നല്ലേ, നമ്മളിപ്പോൾ ചാർജ് എടുത്താലേ നമുക്കിതൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ വരാനുള്ള ചില കാലതാമസങ്ങൾ കൊണ്ട് മാത്രമാണ്. അപ്പോൾ അവരോട് പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും പാലിക്കും. ആദ്യഘട്ടത്തിലാണ് 3,000 രൂപ വർദ്ധിപ്പിക്കുന്നത്. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൻ്റെ കാര്യം ഒരുപാട് തീരുമാനിപ്പിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ അടുത്തൊരു ഘട്ടവും കൂടി പ്രഖ്യാപിക്കും. ഇപ്പോൾ നമുക്ക് ഉള്ളത് 9,000 രൂപയാണ് ഇപ്പോൾ ഉള്ളത്. അത് 12,000 രൂപയാവും ഇപ്പോൾ. പിന്നെ അംഗൻവാടി ജീവനക്കാരുടെ, വർക്കർമാർ, ഹെൽപ്പർമാർ, അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാം. ഞാൻ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കാര്യം മറന്നുപോയിട്ടില്ല എന്ന് അവരെ ഓർപ്പിക്കാൻ കൂടി വലിയ തുകയൊന്നുമല്ല, 1,000 രൂപ അവരുടെ വരുമാനത്തിൽ വർദ്ധിപ്പിക്കാൻ. വലിയ തുകയൊന്നുമല്ലത്. അവർക്ക് 14,500 രൂപയും 15,000 രൂപയുടെ നിലവിൽ കിട്ടുന്നത്. അതിനോട് 1,000 രൂപ കൂടി. സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടുമ്പോൾ അവരുടെ കാര്യം മറന്നുപോയില്ല, നിങ്ങളുടെ കാര്യവും ഞങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്നാ പാവങ്ങളോടുള്ള ഒരു മെസ്സേജാണ് 1,000 രൂപ കൂട്ടിയത്. നിങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളൊരു മെസ്സേജ്, സന്ദേശം, അതാണ്. പിന്നെ സംസ്ഥാനത്തെ പാചക തൊഴിലാളികളുടെ വേതനം വളരെ മോശമാണ്. അവർക്കും അതുപോലെ തന്നെ ഒരു 1,000 രൂപ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ജോലി ചെയ്തു വരുന്ന പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും ഓണറേറിയം അതും ഒരു 1,000 രൂപ കൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മളതിൻ്റെ സാമ്പത്തിക ബാധ്യതകളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ 2,000 രൂപയും 3,000 രൂപയൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 1,000 രൂപ ആക്കിയത് അതാണ്.
ചെയ്തത് നല്ലത്. കാര്യം ഒരാൾ കസേരയിൽ കയറി ഇരുന്നുടനെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത് പൂച്ചപെറ്റ് കിടക്കുന്നു എന്നായിരുന്നു ഇന്നലെ വരെ അദ്ദേഹം പറഞ്ഞിരുന്നത്. ആ പൂച്ചപെറ്റ ക്യാബിനറ്റിൽ നിന്ന് അദ്ദേഹത്തിന് പൊടുന്നനെ ആശാ വർക്കർമാർക്ക് 3000-ഉം ബാക്കിയുള്ളവർക്ക് 1000-ഉം കൂട്ടിക്കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പൂച്ച പെറ്റ് കിടന്ന ക്യാബിനറ്റിനകത്ത് പണമുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് പ്രാഥമികമായി ബോധ്യപ്പെടുന്നുണ്ടല്ലോ. അത് അവിടെ നിൽക്കട്ടെ. ഇനി വാക്കെന്ന് പറഞ്ഞാൽ KSRTC ബസ്സിൽ സൗജന്യ യാത്ര ജൂൺ 15-ലേക്കാണ് തീരുമാനിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജൂൺ 15 വരെയും സമയം കൊടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ മാസം 15-ാം തീയതി നടപ്പാക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നിരുന്നാലും മുഖ്യമന്ത്രിയായ ഒരാൾ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം പറഞ്ഞ വാക്ക് 15-ാം തീയതി ഒരു ഡെഡ് ലൈൻ അദ്ദേഹം വെച്ചിരിക്കുകയാണ്. കാര്യം അധികാരം ഏറ്റിട്ട് ചില പേപ്പർ വർക്കുകളൊക്കെ അതിന് തീർക്കേണ്ടി വരും, മനസ്സിലാക്കാം. അതിനും 1 മാസം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ആയിരുന്നില്ല അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. ആ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യാൻ ഒരു വ്യക്തിക്ക് കുറച്ച് സമയം കൊടുക്കുക എന്നുള്ളത് ഏതൊരു ജനാധിപത്യ രാജ്യത്തും ആവശ്യം തന്നെയാണ്. ആ നിലയ്ക്ക് അടുത്ത 1 മാസത്തേക്ക് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ചെയ്യാൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ക്ഷമയോടെ നോക്കിക്കാണാം. അതിനപ്പുറത്തേക്ക് ആദ്യ ക്യാബിനറ്റിൽ എടുക്കുമെന്ന് പറഞ്ഞ തീരുമാനത്തിൽ 21,000 ആക്കാത്തത് അതൊരു പോരായ്മ തന്നെയാണ്. എങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ വാക്ക് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട മനുഷ്യർക്ക് 3000 രൂപ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തെ അത് പ്രശംസിക്കുക തന്നെയാണ്. കാര്യം ചെയ്തത് പാവങ്ങൾക്ക് ഗുണമാണെങ്കിൽ ഒരു സംശയവുമില്ല അത് കേരളത്തിന്റെ